ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ആസിഫ് അലിയുടെ പടം കണ്ടിരിക്കുകയാണ്, ആഭ്യന്തര കുറ്റവാളി. അപ്പോൾ ആ പടം മെയിൻലി പറയണമെങ്കിൽ ഒരു മെന്നിൻ്റെ റൈറ്റ്സ്, കുറേ കാര്യങ്ങൾ. ഇപ്പോൾ വുമൻസിന് കുറേ റൈറ്റ് ഉണ്ടല്ലോ, അതേ കണക്ക് അതൊക്കെ കൊടുക്കുമ്പോൾ നമ്മളാരും മെന്നിൻ്റെ റൈറ്റിനെ പറ്റി പറയുന്നേ ഇല്ല. എല്ലാവരും നമ്മൾ വുമൻസിനെ സപ്പോർട്ട് ചെയ്ത് പോകണം. അപ്പം മെന്നിനെ ചോദ്യം ചോദിക്കാനല്ല, മെന്നിൻ്റെ റൈറ്റ് ഇല്ല ഒന്നും പറയാൻ. അപ്പോൾ ഈ സിനിമ മെയിൻലി അതാണ് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് മെയിൻലി അത് മാത്രമല്ല, വേറെ പലതും ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെടുത്ത് പറയുന്നത് ഇതാണ്, ഒരു ഇമോഷനും, മെന്നിൻ്റെ ഇമോഷൻ, അതും ഇതും. എന്താ പറയുക, ഫുള്ള് പറഞ്ഞാൽ കഥ ഫുള്ളായിട്ട് പറഞ്ഞു, അതുകൊണ്ട് വേണ്ട. ഇതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കണം. എന്നിട്ട് ഇതിൽ അഭിനയിച്ചേക്കണ കുറേ പേരുണ്ട്. ആസിഫ് അലി എടുത്ത് പറയണം, അതിനല്ലാതെ ഹരിശ്രീ അശോകനായാലും സിദ്ധാർത്ഥ് ഭരതനായാലും പിന്നെ ജഗദീഷ്, ഇവരൊക്കെ വന്നു പോകുന്നുണ്ട്. കുറച്ച് സമയത്തേ ഉള്ളൂ, പക്ഷേ ഇവർക്കൊക്കെ റോളുണ്ട്. ആസിഫ് അലിയുടെ അഭിനയം എന്ന് പറയുമ്പം ഇതിൽ കുറച്ച് ഇമോഷൻ സീൻസൊക്കെ ഉണ്ട്, അതൊക്കെ തൂക്കി എന്ന് വെച്ചാൽ. അപ്പം അതിൻ്റെ കുറേ പടത്തിൽ ഇമോഷനൊക്കെ ഉണ്ട്, അതൊക്കെ പക്കയാണല്ലോ. ഇതേ കണക്ക് ഇതിലും അത് പക്കയാണ്. പടം എന്ന് പറയുമ്പം എന്താ പറയുക, മെന്നിനും റൈറ്റ് ഉണ്ട് അത് പറയാനും. ഇങ്ങനെ ഓരോന്ന് പറയപ്പം കൂടുതൽ പറഞ്ഞാൽ കഥയായിപ്പോൾ. പക്ഷേ ഇത് നിങ്ങൾ കണ്ടു നോക്കണം. ഇതിങ്ങനെ ഫീൽ ഗുഡ് ആണെന്നൊന്നും അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ഒരു റൈറ്റ് പറഞ്ഞു തരികയാണ്. ലൈക്ക് റൈറ്റ് മാത്രമല്ല, ഇത് എന്തൊക്കെയാണ് കാരണം, എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഒരു പറഞ്ഞു തരും. ഒരു മെസ്സേജ് ആയിട്ടും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുള്ള ഒരു മാക്സിമം കാണാൻ നോക്കുക. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല പടം.